തൃശ്ശൂരിൽ ഉത്സവത്തിനിടെ ആനയെ നിർത്തുന്നത് സംബന്ധിച്ച് ആനപ്രേമികൾ തമ്മിൽ അടിയോടടി കൂട്ടയടി. കാവിലക്കാട് ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പിനിടെയാണ് ആ അടിപിടി ഉണ്ടായത്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, ചിറക്കൽ കാളിദാസൻ തുടങ്ങിയ ആനകൾ ഉത്സവത്തിനുണ്ടായിരുന്നു. ഈ എഴുന്നള്ളിപ്പിൽ ഈ രണ്ട് ആനകളെയും എവിടെ നിർത്തുന്നു എന്ന സ്ഥലത്തെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസമാണ് അവിടെ കൂട്ടത്തല്ലിൽ കലാശിച്ചത്. ആ കൂട്ടത്തല്ലിൻ്റെ ദൃശ്യങ്ങളിലേക്ക്. ഞാൻ ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ആലോചിക്കുകയായിരുന്നു. തെച്ചിക്കോട്ടുകാവ് രാജേന്ദ്രൻ തലയെടുപ്പുള്ള ആനയാണ്, നിങ്ങൾക്കറിയാം. രാമചന്ദ്രൻ ആലോചിക്കുകയായിരിക്കും, ഇവരൊക്കെ മൃഗങ്ങളെ പോലെ പെരുമാറുന്നു എന്ന് ചിലപ്പോൾ ആത്മകഥം വരികയായിരിക്കും. ഈ മനുഷ്യരെ കാണുമ്പോൾ തെച്ചിക്കോട്ടുകാവിന് എന്തായാലും ഒരു ആത്മകഥം വരാതിരിക്കില്ല. സൂരജ് സജി വിശദാംശങ്ങളുമായി തൃശ്ശൂർ നേരുന്നു. സൂരജ്, ഈ അടി എത്ര നേരം നീണ്ടുപോയി? ഈ അടി മണിക്കൂറുകളോളം നീണ്ടു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒടുവിൽ പോലീസ് എത്തി ലാത്തി വീശിയാണ് ഈ ആളുകളെല്ലാം അവിടെ നിന്ന് പിരിച്ചുവിട്ടത്. തൃശൂർ കുന്നംകുളം കാവാലിക്കാട് ഭഗവതി ക്ഷേത്രത്തിലായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ തലയെടുപ്പുള്ള ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ അടക്കമുള്ള ആനകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ ചൊല്ലിയല്ല തർക്കമുണ്ടായത്, മറിച്ച് ഈ ആനകളൊക്കെ, അതായത് മറ്റ് രണ്ട് ആനകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ചിറക്കൽ കാളിദാസനും അതുപോലെ തന്നെ തൃക്കടവൂർ ശിവരാജ് എന്നീ രണ്ട് ആനകളെ നിർത്തുന്നത് സംബന്ധിച്ചാണ് ഈ തർക്കങ്ങൾ ഉണ്ടാകുന്നത്. ആദ്യം ഈ ഇടത്തെ കൂട്ടിലേക്ക് തൃക്കടവൂർ ശിവരാജ് എത്തുന്നു. അതിന് പിന്നാലെയാണ് ഈ ചിറക്കൽ കാളിദാസൻ ഇടത്തെ കൂട്ടിലേക്ക് നിർത്താൻ വേണ്ടി എത്തുന്നത്. ആ സമയത്ത് തൃക്കടവൂർ ശിവരാജ് അവിടെ നിൽക്കുന്നത് കണ്ട് ഈ ചിറക്കൽ കാളിദാസനൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. വലിയ രീതിയിൽ ബഹളം വെക്കുന്നു. ഈ ശിവരാജിനെ മാറ്റിക്കൊണ്ട് അവിടെ കാളിദാസനെ നിർത്തണം എന്നൊരു അഭിപ്രായം ഉയർന്നു. പക്ഷേ ഇതിന് മറ്റു കൂട്ടർ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ആളുകൾ, എതിർവശത്തുണ്ടായിരുന്ന ആളുകൾ തയ്യാറായില്ല. ഇതോടുകൂടിയാണ് ഈ വാക്കേറ്റവും പിന്നീട് കൂട്ടത്തല്ലിലേക്കും കാര്യങ്ങൾ പോയത്. ഈ ആനകളുടെ അടുത്തേക്ക് ആളുകൾ എത്താതിരിക്കുന്നതിന് വേണ്ടി പ്രത്യേക ബാരിക്കേഡ് എല്ലാം കെട്ടി തിരിച്ചിട്ടുണ്ടായിരുന്നു, വേലിയെല്ലാം കെട്ടി തിരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വേലിയും കടന്ന് ആളുകൾ ഈ ആനയുടെ കാലിന്റെ ചുവട്ടിലേക്ക് എത്തി അടിയിൽ സംഘർഷത്തിലേക്ക് ഏർപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. ഇതോടുകൂടി പാപ്പാന്മാരും അവിടെ ഉണ്ടായിരുന്ന മറ്റാളുകളും ഭയന്ന് ഈ ആനയെ അവിടെ നിന്ന് മാറ്റിയത് കൊണ്ട് മാത്രമാണ് വലിയ അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ പോകാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായത്. ഈ ആനയുടെ അടുത്തേക്കൊക്കെ എത്തി പലരും ഏറ്റുമുട്ടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഈ ആനയെല്ലാം അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് ഇവർ ഒരു സുരക്ഷിതമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയായിരുന്നു. പിന്നാലെ പോലീസ് ഇടപെട്ട് ലാത്തി വീശിയാണ് ഈ ഇരു വിഭാഗങ്ങളെയും പിന്തിരിപ്പിച്ചത്. അത് ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നത് ഒഴിച്ചാൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇതിൽ അല്ലെങ്കിൽ ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ ചൊല്ലിയല്ല ഈ തർക്കമുണ്ടായത്. കാരണം പലപ്പോഴും ഈ വാർത്തകളൊക്കെ വരുമ്പോൾ ഈ രാമചന്ദ്രന്റെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നു എന്ന വാർത്തകൾ വരാറുണ്ട്. നമ്മൾ അതുകൊണ്ട് തന്നെയാണ് എടുത്തു പറയുന്നത്. തൃക്കടവൂർ ശിവരാജ് അതുപോലെ തന്നെ ചിറക്കൽ കാളിദാസൻ ഈ രണ്ട് ആനകളെ ഇടത്തെ കൂട്ടിൽ നിർത്തുന്നതിനെ ചൊല്ലിയാണ് ഇരു വിഭാഗങ്ങൾ ഏറ്റുമുട്ടുന്നത്. ഈ ആനകളെ മാറ്റി നിർത്തണം എന്ന ആവശ്യം ഉയർന്നതോടുകൂടി പരസ്പരം വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും പിന്നീട് ഏറ്റുമുട്ടുകയുമായിരുന്നു. താങ്ക് യു സൂരജ് സജി.